നമസ്കാരം. SDPIക്കെതിരെ രൂക്ഷ വിമർശനവുമായി പൂഞ്ഞാർ മുൻ MLA PC ജോർജ്. 2016 പരസ്യമായാണ് SDPIയുടെ പിന്തുണ സ്വീകരിച്ചതെന്നും എന്നാൽ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലായപ്പോൾ തള്ളിപ്പറയാൻ താൻ മടി കാണിച്ചില്ലെന്നുമാണ് PC ഫേസ്ബുക്കിൽ കുറിച്ചത്. UDFനും LDFനും തന്റെ ഇടമുണ്ടെങ്കിൽ SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പറയണമെന്നും PC ജോർജ് വെല്ലുവിളിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നിരോധിത മത തീവ്ര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പതിപ്പാണ് SDPI എന്നത് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും അരിയും മലരും കുന്തിരിക്കവും വാങ്ങി കരുതിയിരിക്കാൻ ഭീഷണി മുഴക്കിയ തീവ്രവാദികൾ. അവർ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. 2 മണ്ഡലത്തിൽ LDFന് രഹസ്യ പിന്തുണയും. ഇങ്ങനെ ഒരു പരസ്യ പിന്തുണ ലഭിച്ചിട്ടും അതിനെ പരസ്യമായി സ്വീകരിക്കാനോ തള്ളിപ്പറയാനോ ആർജവമില്ലാതെ രഹസ്യ കച്ചവടം നടത്തുകയാണ് UDF. കഴിഞ്ഞ നിയമസഭയിൽ 100 മണ്ഡലത്തിൽ പിന്തുണയും 40 മണ്ഡലത്തിൽ UDF വോട്ട് ചിതറിക്കാൻ SDPI സ്ഥാനാർത്ഥിയെ നിർത്തി അതിൽ 34 ജയിച്ച LDFനും മൗനം. 2016 ഒറ്റയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞു ഏത് ചെകുത്താന്റെയും പിന്തുണ സ്വീകരിക്കുമെന്ന്. ഉടനെ SDPI എന്നെ പിന്തുണച്ചു. ഞാൻ രാത്രിയിലോ തലയിൽ മുണ്ട് പുതച്ചോ ഒളിച്ചും പാത്തും അല്ല പിന്തുണ വാങ്ങിയത്. നക്ഷത്ര ചിഹ്നമുള്ള അവരുടെ രക്തഹരിത പതാക പരസ്യമായി കൈലേന്തി തന്നെയാണ് പിന്തുണ സ്വീകരിച്ചത്. എന്നാൽ ഈ മതവെറിയന്മാരുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലായപ്പോൾ പരസ്യമായി തന്നെ അവരെ തള്ളിപ്പറയാനും ഞാൻ മടി കാണിച്ചിട്ടില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരു തീവ്രവാദിയുടെയും വോട്ട് വേണ്ട എന്നും ഞാൻ പറഞ്ഞത് പരസ്യമായി തന്നെ, അതും ഇവന്റെ ഒക്കെ മൂക്കിന്റെ താഴെ ഈരാറ്റുപേട്ടയിൽ നിന്നുകൊണ്ട്. UDFനും LDFനും തന്റെ ഇടമുണ്ടെങ്കിൽ, സിരകളിൽ ഓടുന്നത് കലർപ്പില്ലാത്ത രക്തമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മത തീവ്രവാദികളുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറയണം. അല്ലെങ്കിൽ പിന്തുണ പരസ്യമായി സ്വീകരിച്ച് നന്ദി പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. ഇത് രണ്ടുമല്ലാതെ പകൽ അവരെ എതിർക്കുകയും രാത്രിയിൽ അവിഹിത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഇവരെക്കാൾ മാന്യതയും അന്തസ്സും അഭിസാരികൾക്ക് പോലും ഉണ്ടെന്ന് PC ജോർജ് തുറന്നടിക്കുന്നു. നന്ദി.